അറിഞ്ഞ അമ്മാവ് അംബാസഡർ കാർ മേടിക്കാൻ എറണാകുളത്ത് പോയേക്കുവാന്ന്. എന്നിട്ട് അതെടുത്തിട്ട് കൊടങ്ങാവളെ ഒരു കറക്ക് കണ്ടേ. ഇവനിതെങ്ങനെ അറിഞ്ഞ്? ഞാൻ പറഞ്ഞു. നീ എന്തിനാ പറഞ്ഞത്? അല്ല, അത് ഏട്ടനും അമ്മാവനും കൂടെ എവിടെയോ പോണെന്ന് ആരോ പറഞ്ഞു. എന്റെ ലില്ലി, എന്താ പറഞ്ഞ? ക്ലീറ്റോനെ ഞാനത് പറയാതെ വെച്ചേക്കായിരുന്നു ക്ലീറ്റോനോട്. അവരെന്താ ക്ലീറ്റോനെ കൂട്ടാതെ പോയെന്ന് പറഞ്ഞ് ഇനി അടുത്ത ബഹളം ഉണ്ടാവും. അന്ന് എന്നോടൊന്ന് നേരത്തെ പറയണ്ടേ? പറയരുത്. നീ ഇതിപ്പോ പോയി അവിടെ പോയി കൊട്ടി ഘോഷിക്കൂന്ന്. നീ ഇപ്പൊ എന്താ പറയരുതെന്ന് പറയാം. ഇപ്പൊ പോയി പറഞ്ഞിട്ടുണ്ടാവും, നോക്കിക്കോ. എന്നെ ക്ലീറ്റസ് എന്ന ഈ പ്രമുഖനെ ഒറ്റപ്പെടുത്തിയ എന്ത് സംഭവിക്കുന്നു? എനിക്കൊരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കില്ലടാ. എൻ്റെ പിറകെ ഒരു ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നെ ഒറ്റപ്പെടുത്തിയാൽ. പക്ഷേ അതുപോലെയല്ല, നിന്റെ ഈ കനകമ്മച്ചമ്പിയെയും നിന്റെ കമ്മാവനെയൊക്കെ ഒറ്റപ്പെടുത്തിയണ്ടല്ല ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കൂല. അങ്ങനെ പറഞ്ഞ് നിസ്സാരനാക്കല്ലേ. കനകമച്ചമ്പി ഒറ്റപ്പെടുത്തുവന്ന് കേരളത്തിലെ എല്ലാ പോലീസുകാരും കൂടെ ഉണ്ടാവും ചോദിക്കാൻ. പിന്നെ പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അവൻ്റെ കൂടെ നിൽക്കലല്ലേ. ഒന്നാമത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരെയും വെറുപ്പിച്ച് വെച്ചേക്കുക. അങ്ങനത്തെ സ്വഭാവമാണ് അവൻ്റെത്. പിന്നെ അമ്മാവൻ്റെ കാര്യം, അവിടെ ചീരത്തോട്ടം കൃഷി എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആളുകളെയൊക്കെ വെറുപ്പിച്ച് വെച്ചേക്കുക. ഇങ്ങനെ ഒരു കുടുംബം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ആങ്ങളയുണ്ടല്ലോടി പോലീസുകാരൻ, ഇതിൽ നല്ല കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയാണ്. അതാണ് എന്നെ ഒഴിവാക്കിയത്. സ്വന്തം അമ്മാവിൻ്റെ എന്തായാലും കമ്മീഷൻ അടിക്കും. അയ്യോ, പോലീസുകാർക്ക് പിന്നെ അമ്മാവനെന്ന് അമ്മായിന്നും വല്ലതും ഉണ്ടടാ. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് എന്നെ കൊണ്ട് ഇത് നടക്കൂല. അയാൾ പെടട്ടെ. പിന്നെ ഈ അമ്മാവെന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അയാൾ കല്യാണം കഴിഞ്ഞ പിന്നെ അയാളുടെ സ്വഭാവം മാറി, വിധം മാറി. ഓന്ത് അവിടെയല്ലേ ഇവിടെയല്ലേ ഒരു സ്ഥിരതയില്ലാത്ത മനുഷ്യൻ. പെടട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പോലീസുകാരെ കൊണ്ടുപോയി ആകെ ചള കുളമാക്കും. കുളമാവും തന്നെ കുളമാവും. അല്ലേ, സ്ഥിരതയില്ലാത്ത മനുഷ്യന്റെ കൂടെ പോകാൻ പറ്റാത്ത ഇവിടുന്ന് പരാതി പറയണ്ട. എനിക്കെന്ത് പരാതി, എനിക്കെന്ത് വിഷമം? ഒന്നുമില്ല. ഇത് പെട്ടിട്ട് അവസാനം ഈ വണ്ടി കൊണ്ട് എൻ്റെ അടുത്ത് വിൽക്കാൻ വരട്ട്. എനിക്ക് കുറ്റബോധം കൊണ്ട് നിൽക്കാൻ പറ്റണില്ല ക്ലീറ്റോ. നീ അപ്പുറത്തെ കസേരയില്ലടാ, അവിടെ ഇരിക്കും. കരച്ചിൽ നടത്തിയിട്ട് കാര്യം പറ. കഴിഞ്ഞ ദിവസം ഞാൻ ഉറങ്ങിയപ്പോ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എന്ത്? ക്ലീറ്റോനെ വെള്ളം പുതപ്പിച്ചിട്ടേക്കുന്നു. വെള്ളപ്പതപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് അമ്മാവൻ ഇവിടെ വന്നായിരുന്നു. ഇവിടെ വന്നിട്ട് അമ്മാവൻ, ക്ലീറ്റോ മോൻ എനിക്ക് വേണം, അവനെയും കൊണ്ട് അംബാസിഡർ നോക്കാൻ വേണ്ടി പോകണം, അവനെവിടെയെന്ന് ചോദിച്ച്. ക്ലീറ്റോ ഉണ്ടായില്ല ഇവിടെ. അപ്പം തന്നെ എൻ്റെ ചങ്കിലൊരു ഇടുത്തി വീണ് ക്ലീറ്റോ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മാവാ ക്ലീറ്റോനെ കൊണ്ടുപോകല്ലേ, ക്ലീറ്റോന് എന്തോ ആപത്ത് വരാനിരിക്കുന്നുണ്ട് അമ്മാവ എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ക്ലീറ്റോനെ നഷ്ടപ്പെടായോ, അതുകൊണ്ട് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞോണ്ട് അവര് പറയാതിരുന്നത്. പച്ചക്കരിക്കല്ലേ, ചത്തില്ലല്ലോ. പിന്നെ ഇത്ര കരച്ചിലാരും ഓടാ